ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരടുത്ത് കടുത്തുരുത്തി എന്ന സ്ഥലത്തു നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിൽ 15 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റാണ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ്, 15 സെൻറ്റ് സ്ഥലമുണ്ട്, മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ട് അതിഗംഭീരമായിട്ട് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ഇത് സൈഡ് ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ കമുങ്ങുണ്ട്, തെങ്ങുണ്ട്, പൂച്ചെടികൾ നട്ടിട്ടുണ്ട്. കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലം സൈഡിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. ഒരിക്കലും പറ്റാത്ത ഒരു കിണർ വെള്ളമുണ്ട്. ഇതാണ് കിണർ, ഒരിക്കലും പറ്റാത്ത കിണറാണ്. സൈഡിലൊക്കെ ഗ്രില്ലിട്ടകത്ത് ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കായ്ക്കുന്ന തെങ്ങാണിത്. ഇത്രയും സ്ഥലം നമുക്ക് സൈഡിലുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലും തെങ്ങുണ്ട്, തെങ്ങ് തൈ നട്ടിട്ടുണ്ട്. നമ്മുടെ ബൗണ്ടറി വാളിനും കോമ്പൗണ്ട് വാളിനും ഇടയിലായിട്ട് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. കൃഷി ചെയ്യാനായിട്ട് നല്ലവണ്ണം സ്ഥലമുണ്ട്. ഒരു അലക്കുകല്ലും അതുപോലെ തന്നെ പൈപ്പും ബാക്ക് സൈഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൊട്ടയിട്ട തെങ്ങുകളാണ്. ചെറുതായിട്ട് ചൊട്ട ഇടാറായതുകൊണ്ട് ഇതൊരു പട്ടിക്കൂടാണ്. മറ്റൊരു സൈഡിലാണ് ഈ കാണുന്നത്. ആ സൈഡിൽ തന്നെ ഒരു സൈഡ് നമുക്ക് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് തുണിയൊക്കെ വിരിക്കാൻ പാകത്തിൽ അതും സൈഡിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ടൈലിട്ടിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ നമുക്ക് ബാക്ക് സൈഡിൽ ഇത്ര സ്ഥലമുണ്ട്. മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റീലിൻ്റെ ഒരു സ്റ്റെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻ്റർലോക്ക് ഇട്ട നമ്മുടെ സൈഡും കാണാവുന്നതാണ്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അവിടെ കാണുന്ന തെങ്ങാണ്. അതുപോലെ തന്നെ സപ്പോട്ടയാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന സപ്പോട്ടകളാണ്. എല്ലാം കാഫലം തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് മാവാണ്. ഇത് കായ്ക്കുന്ന മാവാണ്. നല്ല വലിപ്പമുള്ള മാവ്. അവിടെ തന്നെ നമുക്ക് ചെടികളെല്ലാം ഒരു സൈഡിൽ ഇഷ്ടംപോലെ ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. തെങ്ങും കായ്ക്കുന്നതാണ്. ഇതൊക്കെ ഇവർ നേരത്തെ സ്ഥലം മേടിച്ച് ഇതെല്ലാം പിടിപ്പിച്ചാണ്. ഈ വൃക്ഷങ്ങളെല്ലാം തെങ്ങും മാവും സപ്പോട്ട ഇതെല്ലാം നേരത്തെ ഇതാണ് വീടിൻ്റെ സമീപത്തുള്ള വീടുകളൊന്ന് കാണിച്ചതാണ്. നല്ല പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാർ പോർച്ചും കാര്യങ്ങളും ഉണ്ട്. ഒരു കവേർഡ് കാർ പോർച്ച് കൂടാതെ തന്നെ ഇത് അഡീഷണൽ ആയിട്ട് ഒരു കാർ പോർച്ചുകൂടി നമുക്ക് അവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം. ഒരേ സമയത്ത് നമുക്ക് 3-4 വണ്ടികൾ ഈ മുറ്റത്തിടുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് മാത്രം സ്പേസ് ഉള്ള ഒരു വീടാണ്. ഇതെത്ര വലിയ വണ്ടി നമുക്ക് ഈ പോർച്ചിൽ കയറ്റിയിടാം. അതുപോലെ തന്നെ നല്ല ഒരു വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ സൈഡ് വോളെല്ലാം ടെക്സ്ചർ വർക്കുകൾ നടത്തി അതും ഭംഗിയാക്കിയിരിക്കുന്നു. ഇതാ ഫ്രണ്ടിൽ കാണുന്ന ജനലിൻ്റെ എല്ലാം തേക്കും തടിയിലാണ് അതിൻ്റെ ഫ്രെയിമുകളെല്ലാം വന്നിരിക്കുന്നത്. ഇത് വീടിൻ്റെ ചെടികൾ നല്ലവണ്ണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റോണാണ് ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഗ്രാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എലിവേഷനാണ് ഈ വീടിനുള്ള ഇത്. ഈ വീടിനെ സെല്ലർ ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നമുക്ക് കടുത്തുരുത്തി ടൗണിൽ നിന്നും ബസ് റൂട്ടാണിത്. പിറവം പെരുവ ഒക്കെ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു ആംബിയൻസിൽ 4 ബെഡ്റൂം സ്വന്തമായിട്ട് പണിത വീടാണ്. കൊടുക്കാനായിട്ട് പണിതല്ല, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കൊടുക്കുന്നതെന്നാണ് സെല്ലർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതൊക്കെയാലും നമുക്ക് ഈ വീടും സ്ഥലങ്ങളും കാണുമ്പം തന്നെ മനസ്സിലാകും നമ്മളിത് വിൽപ്പന വീടല്ലെന്നുള്ള ഇത്. കാരണം അതിൻ്റെ അകത്ത് അത്ര ഭംഗിയായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു പോഷ് ഏരിയയിൽ ഇവിടെ ലാൻഡ് വാല്യൂ നല്ലവണ്ണം ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിൽപ്പന വീട് ഒരിക്കലും ഇത്രയും ലാൻഡ് വാല്യൂ ഉള്ള ഏരിയയിൽ പണിത് കൊടുക്കാൻ പറ്റില്ല. ഇത് 15 സെൻറ്റ് സ്ഥലമുണ്ട്. 15 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. സെല്ലർ ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം. അതുപോലെ തന്നെ
ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ബെല്ലൈക്കനൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എനേബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് മെയിൻ ഡോറ് തുറന്ന് തേക്കുംതടിയിലാണ് നമ്മുടെ മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ നല്ല വിശാലമായിട്ടുള്ളൊരു സ്വീകരണ മുറിയാണ്. അതിൻ്റെ അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ, അതൊക്കെ ടി വി പാനൽ വയ്ക്കാനായിട്ടുള്ള ഭാഗമാണ്. നല്ലവണ്ണം തടികൾ കൊണ്ട് പാനൽ ചെയ്ത ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ അതിൻ്റെ സൈഡെല്ലാം ടെക്സ്ചർ വർക്ക് നടത്തി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് ഇനിയിപ്പം ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. ഇത് നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഇതിൻ്റെ ഒരു സൈഡ് വേണമെങ്കിൽ നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയായിട്ട് ഈ ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. അത് ഒരു സൈഡിലൊരു കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടത്തി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ആ ഭാഗം നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡൈനിങ് ടേബിൾ ഇടാനൊക്കെ ഇപ്പോഴത്തെ ഭാഗത്ത് നമുക്ക് സൗകര്യമുണ്ട്. ഇവിടെ നമ്മുടെ പ്രയർ ഏരിയ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ വീടിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് പ്രയർ ഏരിയ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇത്രയും നല്ല ഡൈനിങ് ഹാളിൻ്റെ സീലിംഗ് വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയയിൽ നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ ടെക്സ്ചർ വർക്കുകൾ നടത്തി ഒരു മിററും ഉണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ്, സാനിറ്ററി ഐറ്റംസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കിച്ചൻ്റെ ഭാഗമാണ്. ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ്. എത്ര വലിയ ടേബിൾ ഇട്ടാലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമ്മൾ അവിടുന്ന് നേരെ ആദ്യത്തെ റൂമിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ റൂമിൽ 2 കോട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് മറ്റേ ഒരു റൂമിലേയും കൂടി ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഒരു സൈഡിലാണെങ്കിൽ 4 പാളിയുടെ ജനലുണ്ട്, മറ്റൊരു സൈഡിൽ 2 പാളിയാണ് വന്നിരിക്കുന്നത്. 6 പാളി ജനലുണ്ട് നമ്മുടെ ഈ ഒരു റൂമിന്. അതുപോലെ തന്നെ ആ വാർഡ്രോബ്സ് ആണെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ലാമിനേറ്റഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പണിതിരിക്കുന്ന വാർഡ്രോബ്സുകളാണ്. വാർഡ്രോബ്സിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ സ്റ്റഡി ടേബിൾ പോലെ അതും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റഡി ടേബിളായിട്ട് കമ്പ്യൂട്ടർ വയ്ക്കാനോ അങ്ങനെയൊക്കെ ഉള്ള പർപ്പസിന് ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. എല്ലാം ക്വാളിറ്റി മെറ്റീരിയലാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു ബാത്റൂമിൻ്റെ ഭാഗമാണ്. കടുത്തുരുത്തി ടൗണിൽ നിന്ന് ഈ ഭാഗത്തേക്ക് നമുക്ക് 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പള്ളി തൊട്ടടുത്താണ്. പള്ളിയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വീട്ടിൽ നിന്ന് ഒരു നടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പള്ളിയിലെത്താം. നമുക്കൊരു വണ്ടിയുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാർ എടുത്ത് ഒന്നും പോകേണ്ട കാര്യമില്ല. നടന്നു പോകാനുള്ള ദൂരമാണ്. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയാൽ നമുക്ക് പള്ളി കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ചുറ്റിനും നമ്മുടെ റോഡിൻ്റെ 2 സൈഡിലും വീടുകളാണ്. എല്ലാം ഇതിലും വലിയ വീടും ഇതുപോലുള്ള വീടുകളുമാണ്. നമ്മൾ കിച്ചൻ്റെ ഭാഗമാണ് ഇപ്പം കാണുന്നത്. കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചനാണ്. ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. ചിമ്മിനി ഫിറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയുടെ ഭാഗത്തേക്കാണ്. രണ്ടാമത്തെ കിച്ചനായിട്ട് അവിടെ ഒരു സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. ടോപ്പിലും ബോട്ടത്തിലും സ്റ്റോറേജ് ഉണ്ട്. ഇതും വലിപ്പമുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നല്ലവണ്ണം വലിപ്പമുണ്ട്. ഇത് നമ്മൾ വീണ്ടും അവിടുന്ന് ആ റൂമിൽ നിന്ന് കിച്ചണിൽ നമ്മൾ ഡൈനിങ് ഏരിയയിൽ വന്നു. അവിടുന്ന് വീണ്ടും മറ്റൊരു റൂമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ ഈ റൂമിലും വാർഡ്രോബ്സുകളുണ്ട്. ജനാലകൾ നല്ല വലിപ്പമുള്ള ജനാലകളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു റൂമാണ്. എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണ്.
ഇത് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പിറവം എന്ന് പറയുന്ന സ്ഥലം വളരെ അടുത്താണ്. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിറവം, പെരുവ ആ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ഇതിലെ വീടിൻ്റെ ഭാഗത്തുകൂടിയാണ് ബസ്സുണ്ട്. ഇഷ്ടംപോലെ ബസ് ഓടുന്ന റൂട്ടാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ. ടൗണുമായിട്ട്, കടുത്തുരുത്തി ടൗണുമായിട്ട് വളരെ അടുത്തായിട്ട് 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കടുത്തുരുത്തി ഭാഗത്തൊക്കെ ഒരു വീട് നോക്കുന്ന ഒരു 4 ബെഡ്റൂമിൻ്റെ വീട് നമുക്ക് ഈ റേറ്റിൽ 88 ലക്ഷം രൂപ സെല്ലർ ചോദിക്കുന്ന ഇതാണ്. അതിനുള്ള മുതലുണ്ട്. നമ്മളൊന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഭംഗി നമ്മളെ വീഡിയോ കാണുന്ന പോലെയല്ല. നമുക്ക് അതിൻ്റെ പണികളും ആ സ്ഥലമാണ് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലൊക്കേഷനാണിത് ഈ വീട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് വീട് വന്ന് കണ്ട് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വില ധാരണയാകാവുന്നതാണ്. ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ. വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ സെല്ലറുമായിട്ട് സംസാരിക്കാം, വിലയിൽ ധാരണയാകാവുന്നതാണ്. ഇതാണ് മറ്റൊരു റൂമിൻ്റെ ഭാഗമാണ്. ഇവിടെ നല്ല വാർഡ്രോബ്സുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിളും ഉണ്ട്. എല്ലാ റൂമിലും നമുക്ക് 5 പാളി 6 പാളി ജനലുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം കാറ്റും വെളിച്ചവും ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ക്രമീകരണം. നല്ല വലിപ്പമുള്ള 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ. നല്ലൊരു ലൊക്കേഷനിൽ 15 സെൻറ്റ് സ്ഥലം നമുക്ക് കൃഷി ചെയ്യാനും ഗാർഡൻ ചെയ്യാനും ഒക്കെ ആവശ്യാനുസരണം നമുക്ക് സ്ഥലമുണ്ട്. നല്ലൊരു